ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കമന്റ് ബോക്സിലും വാട്സപ്പിലും റിക്വസ്റ്റ് ചെയ്തൊരു പുതിയ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. RBI രജിസ്റ്റേർഡ് NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിൽ ലോൺ എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക. എന്തായാലും ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിങ്ക് ഒന്നും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ ലോൺ എടുക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ എടുക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുക. സോ നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ബ്രൈറ്റ് ലോൺസ് എന്നാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. 3.9 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. 10 lakh പ്ലസ് ഡൗൺലോഡും വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ NBFC ഏതാണെന്ന് കാണാനായിട്ട് പറ്റും. ദേവാശിഷ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് NBFCയുടെ പേര് വരുന്നത്. അവരുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ വരുവാണെങ്കിൽ നമുക്ക് ലോണിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. 10 1 year വരെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇതിനകത്ത് ലോൺ കിട്ടത്തുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ട്. സാലറിഡ് ആയിരിക്കണം, അതേപോലെ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെന്റ്സ് പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലോണിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 ലക്ഷം 1.20 വരെയൊക്കെ ലോൺ ലഭിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 10 year കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീസ് എത്ര വരുന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലോണിൻ്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ മൊബൈൽ നമ്പറും ഇമെയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ലോൺ എടുക്കുന്നവർക്കുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ, എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. സോ ഇതാണ് ആപ്ലിക്കേഷൻ. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എടുക്കണോ വേണ്ടത് തീരുമാനിക്കുക. അപ്പോൾ ഫോണിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പർ എടുത്ത് നോർമലി ലോഗിൻ ചെയ്യാൻ പറയുന്ന പോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. പെർമിഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക. അതിനുശേഷം ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ് കാണാം. അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ സ്റ്റെപ്സ് കാണിക്കും. ചെക്ക് എലിജിബിലിറ്റി, KYC, സെൽഫി, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഓഫർ, റെസിഡൻസ് അഡ്രസ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ സ്റ്റെപ്സായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം പാൻ കാർഡിൻ്റെ നമ്പർ, ഇമെയിൽ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, സാലറി ഡീറ്റെയിൽസ്, വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കും. അതിനുശേഷം ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്ത് ആധാറായിട്ട് ലിങ്ക് ഇരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അങ്ങനെ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. ശേഷം അടുത്ത പേജിൽ നമ്മുടെ സെൽഫി വെരിഫിക്കേഷൻ ആണ്. ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ലോൺ അഗ്രിഗേറ്റർ അല്ലെങ്കിൽ PDF വഴി നമുക്ക് അപ്ലോഡ് ചെയ്യാം. അഗ്രിഗേറ്റർ ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ OTP കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഓഫർ ഉണ്ടോ ഇല്ലെന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ എനിക്ക് 18,500 ഓഫർ വന്നിട്ടുണ്ട്. 18 ദിവസം മാത്രമേ 10 year വരുന്നുള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റ് 3,330 രൂപയാണ് മൊത്തം വരുന്നത്. ടോട്ടൽ റീപേ ചെയ്യേണ്ടത് 21,830 രൂപയാണ്. നമുക്കിവിടെ പ്രോസസ്സിംഗ് ഫീസ് 10%, ഇൻട്രസ്റ്റ് പെർ ഡേ 1% ആണ് വരുന്നത്. 10% എന്ന് പറയുമ്പോൾ 1,850 രൂപ കട്ടാകും. 1,850 രൂപ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 16,000 ചില്ലറയാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. നമ്മൾ 21,830 രൂപ തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് ഒരു 4,000-5,000 രൂപ നമ്മളൊരു 18 ദിവസം കൂടി ആപ്ലിക്കേഷനിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് റീപേ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ റീസൺ ഇതാണ്. ചെറിയ എമൗണ്ട് മാത്രമേ ഫസ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ചെറിയ 10 year മാത്രമേ കിട്ടത്തുള്ളൂ. ആ ചെറിയ 10 year നിങ്ങൾ 4,000-5,000 എക്സ്ട്രാ റീപേ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാത്തതും എടുക്കണ്ട എന്ന് പറയുന്നതും. ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് മാനുവലായിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് കയറി റീപേയ്മെൻ്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് മാക്സിമം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ എന്തുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യാമോ എന്ന് ചോദിച്ച്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യാണ്ട് വെച്ച് ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഒരുപാട് പേര് എടുത്തതിന് ശേഷമാണ് അബദ്ധം മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്തവരുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.